എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ്. ഒരു പ്രോബ്ലം ഇതാണ്: പ്രൂവ് ദാറ്റ് ദി സർക്കിൾസ് ഡ്രോൺ ഓൺ ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റർ പാസ് ത്രൂ ദി മിഡ് പോയിന്റ് ഓഫ് ദി തേർഡ് സൈഡ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിള് മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്ന് പ്രൂവ് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എ ബിയും എ സിയും. ഓക്കെ, അപ്പോൾ എ ബി ഈക്വൽ ടു എ സി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുന്നത് എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. കൺസിഡർ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. അപ്പോൾ എന്തായത് ബി സിക്ക് ആയത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. എ ബി എ സി ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യുമെന്ന് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് എ ഡിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എ ഡി വരച്ചാൽ ഡി മിഡ് പോയിന്റ് ഓഫ് ബി സി ആയിരിക്കും. അപ്പോ ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ ടു എ സി, കൺസിഡർ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. വി നോ ദാറ്റ് പെർപെൻഡിക്കുലർ ഫ്രം ദി പോയിന്റ് അറ്റ് വിച്ച് ഈക്വൽ സൈഡ്സ് മീറ്റ് ടു ഓപ്പോസിറ്റ് സൈഡ് ബൈസെക്ട്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ അത് ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യും. അതുകൊണ്ട് ഡി മിഡ് പോയിന്റ് ഓഫ് ബി സി ആണ്. അപ്പൊ നമ്മൾ വരച്ചത് എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആണ്. അപ്പൊ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി ആയതുകൊണ്ട് ഡി ഈസ് ദി മിഡ് പോയിന്റ് എന്ന് കിട്ടും. സിൻസ് എ ഡി ബി 90 ഡിഗ്രി. ഇനി അടുത്ത പോയിന്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എ ഡി ബി എന്ന് പറയുന്നത് 90 ആണ്. കാരണം പെർപെൻഡിക്കുലർ ആണ് നമ്മൾ വരച്ചത്. എ ഡി ബി 90 ആയതുകൊണ്ട് എ ബി ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരച്ചാൽ ഇറ്റ് ഷുഡ് പാസ് ത്രൂ ഡി. കാരണം ഒരു ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന് വരയ്ക്കുന്ന ആംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ അത് സെമി സർക്കിളിലെ ആംഗിള് അല്ലെ, സെമി സർക്കിളിലെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് 90 ഡിഗ്രി ആംഗിൾ വരച്ചിരിക്കുന്നതാണ് ഡി എന്ന് പറയുന്നത്. ഇത് ഡയമീറ്റർ ആയ സർക്കിളിലെ പോയിന്റ് ആണ്. അതുപോലെ എ സി ഡയമീറ്റർ ആയ സർക്കിൾ വരച്ചാൽ അതും ഡിയിലൂടെ പാസ് ചെയ്യും. കാരണം 90 ഡിഗ്രി ആണ് അല്ലെ. Therefore, the circle with the AC as diameter also pass through D. അപ്പോൾ എ ബി ഡയമീറ്റർ ആയ സർക്കിൾ ഡിയിലൂടെ പാസ് ചെയ്യും. കാരണം ഡി ആണ്, ആംഗിൾ ഡി 90 ആണ്. എ സി ഡയമീറ്റർ ആയ സർക്കിളും ഡിയിലൂടെ പാസ് ചെയ്യും. കാരണം ആംഗിൾസ് ഡി 90 ആണ്. അപ്പോൾ രണ്ട് സർക്കിളും ഡിയിലൂടെ പോയി. ഡി എന്തായിരുന്നു? മിഡ് പോയിന്റ് ആണെന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഡി മിഡ് പോയിന്റ് ഓഫ് ബി സി ആണ്. നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു, അപ്പോൾ ഡി മിഡ് പോയിന്റ് ആയി. അപ്പോൾ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രി. അപ്പോൾ എ സി ഡയമീറ്റർ ആയ സർക്കിൾ ഡിയിലൂടെ പോയി, എ ബി ഡയമീറ്റർ ആയ സർക്കിൾ ഡിയിലൂടെ പോയി. ദാറ്റ് മീൻസ് ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ് ഡയമീറ്റർ ആയ രണ്ട് സർക്കിളും മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു, മീറ്റ് ചെയ്തു. ക്ലിയർ ആയ പറഞ്ഞത്? അടുത്ത ചോദ്യം വേറൊരു ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് all the circles on each side of a rhombus as diameter pass through the same point. ഒരു റോംബസിന്റെ ഓരോ സൈഡും ഡയമീറ്റർ ആയിട്ട് വരയ്ക്കുന്ന സർക്കിള് എല്ലാം ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുമെന്ന് പറയണം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. റോംബസ് എന്ന് പറയുന്നത് എന്താ? ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ക്വാഡ്രിലാറ്റർ ആണ്. അല്ലെങ്കിൽ പാരലോഗ്രാമിന്റെ അഡ്ജസ്റ്റ് സൈഡ് ഈക്വൽ ആണ് റോംബസ് എന്ന് പറയും. കൂടാതെ ഡയഗണൽസിന്റെ ഒരു പ്രത്യേകത, ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. വി നോ ദാറ്റ് ഡയഗണൽസ് ഓഫ് റോംബസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ടു ഈച്ച് അതർ. അതായത് ഇതും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്, മിഡ് പോയിന്റും ആണ്. നമുക്ക് പെർപെൻഡിക്കുലർ എന്നുള്ള പ്രോപ്പർട്ടി കിട്ടിയ. അപ്പോൾ എ സിക്ക് പെർപെൻഡിക്കുലർ ആണ് ബി ഡി എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽസിനിടയ്ക്കുള്ള ആംഗിള് 90 ആയിരിക്കും. കാരണം diagonals of rhombus are perpendicular bisectors to each other. അപ്പോൾ എ സി എന്ന ഡയഗണലും ബി ഡി എന്ന ഡയഗണലും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് എ ഒ ഡി എന്ന ആംഗിളും എ ഒ ബി എന്ന ആംഗിളും ബി ഒ സി എന്ന ആംഗിളും സി ഒ ഡി എന്ന ആംഗിളും 90 ഡിഗ്രി ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? ഇപ്പൊ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ കണ്ടോ, എ ബി ഡയമീറ്റർ ആയ സർക്കിൾ വരച്ചാൽ
ഇത് 90 ആയതുകൊണ്ട് അത് ഓയിലൂടെ പാസ് ചെയ്യും അല്ലേ. സോ അടുത്ത പോയിന്റ് അതാണ്. since AOB 90 degree, angle AOB 90 degree, circle with AB as diameter pass through. Okay. അതുപോലെ since BC angle BOC 90 degree, circle with BC as diameter also pass through O. അതുപോലെ since angle O 90 degree, circle with CD also passes through O. അതുപോലെ ആംഗിൾ AOD 90 ആണ്. സോ സർക്കിൾ വിത്ത് AD ഓൾസോ പാസസ് ത്രൂ O. അപ്പോൾ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഡയമീറ്റർ ആയ സർക്കിൾസ് ഒക്കെ ആ പോയിന്റിലൂടെ കടന്നു പോകും. അപ്പോൾ ആ ഒരൊറ്റ പോയിന്റ് ഉള്ളൂ. അപ്പോൾ ഓൾ ദി സർക്കിൾസ് ഇന്റർസെക്റ്റ് അറ്റ് O. അപ്പോൾ 3-4 സർക്കിൾസും, അതായത് സൈഡ്സ് ഡയമീറ്റർ ആയ സർക്കിൾസ് എല്ലാം ആ O എന്ന പോയിന്റിലൂടെ, അതായത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണലിലൂടെ കടന്നുപോയി. ഇത് ഇതിന് മാത്രമല്ല, റോംബസിന് മാത്രമല്ല, ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏത് ക്വാഡ്രിലാറ്ററിന്റെ സൈഡ്സ് ഡയമീറ്റർ ആയ സർക്കിൾസ് വരച്ചാലും അത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽസിൽ കൂടെ കടന്നു പോകും. അപ്പോൾ റോംബസിന് മാത്രമല്ല, ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏത് ക്വാഡ്രിലാറ്റർ എടുത്താലും അതിന്റെ സൈഡ്സ് ഡയമീറ്റർ ആയ സർക്കിള് എല്ലാം പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി ഡയഗണൽസിലൂടെ കടന്നു പോകും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇത് ഈ ആംഗിൾ 90 ആവുമ്പോഴത്തെ അവസ്ഥയാണ്. അപ്പൊ 90 വരുന്ന ഏത് ക്വാഡ്രിലാറ്റർ വേണമെങ്കിലും വരയ്ക്കാം. റോംബസ് മാത്രമല്ല, ഡയഗണൽസ് പരസ്പരം പെർപെൻഡിക്കുലർ ആവുന്ന ഇഷ്ടംപോലെ ക്വാഡ്രിലാറ്റർസ് വരയ്ക്കാം. അതിന്റെ എല്ലാം സൈഡ്സ് ഡയമീറ്റർ ആവുന്ന സർക്കിൾ എല്ലാം ഒരു പോയിന്റിലൂടെ കടന്നു പോകും. ഓക്കെ, വേറൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ ചോദ്യമാണ്. ഇങ്ങനെ in the figure, from the ends of the diameter to a point on the semicircle is joined to form a triangle. ഈ ഓരോ സൈഡും ഡയമീറ്റർ ആയ സെമി സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ സൈഡ് ഹൈപ്പോട്ടന്യൂസ് ഡയമീറ്റർ ആയ സെമി സർക്കിൾ ആണിത്. ഈ സൈഡ് ഡയമീറ്റർ ആയ സെമി സർക്കിൾ ആണിത്. ഈ സൈഡ് ഡയമീറ്റർ ആയ സെമി സർക്കിൾ ആണിത്. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ ബ്ലൂ, അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഈ രണ്ട് ക്രസൻസ്, ഈ ചന്ദ്രക്കലകളുടെ, അതായത് ഈ ബ്ലൂ ക്രസൻസിന്റെയും റെഡ് ക്രസൻസിന്റെയും ഏരിയകളുടെ സമ്മാണ്. അതായത് ഇതിന്റെ ഏരിയയും ഇതിന്റെ ഏരിയ, ഇതിന്റെ പരപ്പളവും ഇതിന്റെ പരപ്പളവും കൂടി കൂട്ടിയാൽ ഇതിന്റെ പരപ്പളവ്, അതായത് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദ ടു ക്രസൻസ്, അതാണ് ഈ ചന്ദ്രക്കലകളുടെ ഏരിയകളുടെ സമ്മാനാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ACB എന്ന് പറയുന്ന ആംഗിൾ എത്രയാ? 90 ആണ്. കാരണം തന്നിട്ടുണ്ട് സെമി സർക്കിളിലെ ആംഗിൾ, അല്ലെങ്കിൽ ഇത് റൈറ്റ് ട്രയാംഗിൾ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ACB 90 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഗിവൺ ആംഗിൾ ACB is equal to 90 because ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. അടുത്ത പോയിന്റ്, therefore triangle ABC is a right triangle. ABC എന്ന് പറയുന്ന റൈറ്റ് ട്രയാംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ ഉടനെ നമുക്ക് എഴുതാം AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ. റൈറ്റ് ട്രയാംഗിളിന്റെ ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും ആഡ് ചെയ്യുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഇത് 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അവിടെ വെച്ച് അത് ഒന്നോടെ ഒന്ന് പറയുന്നുള്ളൂ. AC സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാത്തിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈക്വൽ വരും. AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ AB സ്ക്വയർ ആണെങ്കിൽ ഇത് ബൈ 4ഉം ഇത് ബൈ 4ഉം കൂടി ആഡ് ചെയ്താൽ ഇത് ബൈ 4 കിട്ടും. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. ഈ 4നെ 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ AC by 2 the whole square plus BC by 2 the whole square equal to AB by 2 the whole square. അങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് അതിന്റെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ പൈ ഇൻറ്റു AC by 2 the whole square എന്ന് പറഞ്ഞാൽ ACയുടെ ഹാഫ് ഡയമീറ്റർ ആയ സർക്കിളിന്റെ ഏരിയ, പൈ ഇൻറ്റു AC by 2 the whole square പ്ലസ് പൈ ഇൻറ്റു BC by 2 the whole square എന്ന് പറഞ്ഞാൽ BC ഡയമീറ്റർ ആയ സർക്കിളിന്റെ ഏരിയ, പൈ ഇൻറ്റു BC by 2 the whole square equal to പൈ ഇൻറ്റു AB by 2 the whole square. AB by 2 എന്ന് പറഞ്ഞാൽ AB ഡയമീറ്റർ ആയ സർക്കിളിന്റെ ഏരിയ. ഇനി നോക്കിയേ, ഇത് സെമി സർക്കിൾസ് ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഹാഫ് ഇത് എടുത്താൽ മതി. അപ്പൊ നോക്കിയേ, സം ഓഫ് ദി ഏരിയാസ് ഓഫ് സ്മോൾ സെമി സർക്കിൾസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ലാർജ് സെമി സർക്കിൾ. കാരണം ഇത് സർക്കിളിന്റെ ഏരിയ ആണ്. അപ്പൊ സർക്കിളിന്റെ ഏരിയയുടെ ഹാഫുകളുടെ സമം അപ്പോൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ സെമി സർക്കിളിന്റെ ഏരിയയും ഈ സെമി സർക്കിളിന്റെ ഏരിയയും കൂടി ആഡ് ചെയ്യുന്നതാണ് ഇത് ഡയമീറ്റർ ആയ സെമി സർക്കിളിന്റെ ഏരിയ. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച പ്രോപ്പർട്ടി, 9ാം ക്ലാസ്സിൽ കടന്നു പോകുന്നതാണ്. അതൊന്നുകൂടി
പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഈ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സെമി സർക്കിളിന്റെ ഏരിയയും ഈ സെമി സർക്കിളിന്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇതിന്റെ ഏരിയ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഞാൻ എക്സ് എടുത്തു, ഈ ക്രസന്റിന്റെ ഏരിയ പി എന്ന് എടുത്തു, ഈ ക്രസന്റ് ഏരിയ ക്യൂ എന്ന് എടുത്തു, ഈ എന്താണ് ഈ സെഗ്മെന്റിന്റെ ഏരിയ വൈ എന്ന് എടുത്തു, ഈ സെഗ്മെന്റ് ഏരിയ സെഡ് എന്ന് എടുത്തു. അപ്പൊ ഈ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, അതായത് ഈ സെഗ്മെന്റും ഈ ട്രയാങ്കിളും കൂടി ചേരുന്നതാണ് ഈ വലിയ സെമി സർക്കിൾ. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് ഈ ചെറിയ സെമി സർക്കിൾ, അതായത് പി പ്ലസ് വൈ, ഈ സെഗ്മെന്റും ഈ ക്രസന്റും കൂടി ചേരുന്നതാണ് പി പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് ക്യൂ. ഇപ്പൊ പറഞ്ഞപ്പോൾ ശരിക്കും നമ്മളിത് ഇവിടെ മുതലാണ് തുടങ്ങേണ്ടുള്ള ഇത്രയും കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ തന്നെയാണ്. പഴയ കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ. 9ാം ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ആ പ്രോപ്പർട്ടി ഡയറക്റ്റ് ചെയ്ത് ഇവിടെ മുതൽ തുടങ്ങിയായിരുന്നു നമുക്ക്. സം ഓഫ് ഏരിയാസ് ഓഫ് സ്മോൾ സെമി സർക്കിൾസ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ലാർജ് സെമി സർക്കിൾ. അപ്പോൾ ഇതിന്റെ ഏരിയ എക്സും ഇത് ഇസഡും ഇത് വൈ ആകുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു വൈ പ്ലസ് പി പ്ലസ് ഇസഡ് പ്ലസ് ക്യൂ. ദാറ്റ് ഈസ് ദി പ്രോപ്പർട്ടി വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദി 9th സ്റ്റാൻഡേർഡ്. ഇനി നോക്കിക്കേ, നമുക്ക് ഈ വൈയും ഇസഡും ഓപ്പറേറ്റ് കൊണ്ടുപോവാണ്. ഇപ്പോൾ പി പ്ലസ് ക്യൂ ഇവിടെ ഉണ്ട്. വൈ ഓപ്പറേറ്റ് ചെയ്യുന്നപ്പോൾ മൈനസ് വൈ വരും, ഇസഡ് ഓപ്പറേറ്റ് ചെയ്യുന്നപ്പോൾ മൈനസ് ഇസഡ് വരും. നോക്കി, വൈ മൈനസ് വൈയും വെട്ടിപ്പോയി, ഇസഡ് മൈനസ് ഇസഡും വെട്ടിപ്പോയി. അപ്പോൾ എക്സ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ക്രസന്റിന്റെ ഏരിയയും ഈ ക്രസന്റിന്റെ ഏരിയ. അപ്പോൾ ഈ രണ്ട് ചന്ദ്രക്കലകളുടെ ഏരിയ കൂടുന്നതാണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ പി പ്ലസ് ക്യൂവിന് ഈക്വൽ ആണ്. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഈ പ്രോപ്പർട്ടി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാലൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 9ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് തുടങ്ങിയാൽ മതി. അതൊന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.